ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽഫ് ലവ് എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് സെൽഫ് ലവ് എന്നറിയുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി അതിനകത്ത് ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത്. ദയവ് ചെയ്ത് എല്ലാവരും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. അവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവും അതുകൂടാതെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നമ്മൾ എല്ലാവരും പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന്, അല്ലെ? എന്താണ് സെൽഫ് ലവ്? അതായത് സ്വയം സ്നേഹം. എന്താണ് ഇതിന്റെ അർത്ഥം? ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ സ്വയം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മള് മറ്റുള്ളവർക്ക് നമ്മളോട് എങ്ങനെ പെരുമാറാൻ നമ്മളെ അനുവദിക്കുന്നു. അതായത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറാനാണ് നമ്മള് അവർക്ക് അനുവാദം കൊടുക്കുക. ഇതൊക്കെയാണ് സെൽഫ് ലവില് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എപ്പോഴെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാറുണ്ടോ? അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഒരു സെൽഫ് ടോക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സെൽഫ് ടോക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ സപ്പോസ് ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 10 പേര് നമ്മളെ കുറ്റം പറഞ്ഞു. നമ്മൾ വിചാരിക്കുകയാണ് വേണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മൾ പുറത്ത് ആരോടും ഒന്നും പറയുന്നില്ല, പക്ഷെ 10 പേര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും വേണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റായി പോയി, എന്തിനാ അങ്ങനെ ചെയ്തേ, അത് വേണ്ടായിരുന്നു, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളോട് തന്നെ ഹാർഷായിട്ട് പെരുമാറും. നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മൾ ഒരിക്കലും നമ്മള് തന്നെ നമ്മൾക്കൊരു ഫ്രീഡം അനുവദിച്ചു കൊടുക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരാളായിരുന്നു. ഈ സെൽഫ് ലവ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ പലപ്പോഴും എന്നെ തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യും, സ്വയമായിട്ട് എന്നെ തന്നെ പണിഷ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഘോഷമാക്കി മാറ്റുക, നമ്മളെ തന്നെ എങ്ങനെയാണ് കെയർ കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ. അതുകൂടാതെ മറ്റുള്ളവര് നമ്മളോട് എങ്ങനെ പെരുമാറാനായിട്ടാണ് നമ്മൾ അലൗ ചെയ്യുക. ചിലരുണ്ട് എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവർക്ക് എന്തും പറയാൻ അനുവാദം കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കും. അവരുടെ മുമ്പിലെല്ലാം ഒരു കുറ്റവാളിയെ പോലെ നിന്നു കൊടുക്കും. എന്നാൽ നമ്മുടെ സ്വന്തം ഭാഗം പറയാനോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നോ പറയേണ്ടടുത്ത് നോ പറയാനോ സാധിക്കാതെ ചുമ്മാ ഇങ്ങനെ നിന്നു കൊടുക്കുന്ന ആളുകളും ഉണ്ട്. സെൽഫ് ലവ് ഇല്ലാത്തതിന്റെ ഒരു ലക്ഷണമാണത്. അപ്പോ ഇനി സെൽഫ് ലവ് വളർത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ടോക്കിനെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റണം. അതെങ്ങനെയെന്നല്ലേ? നമ്മളെ നെഗറ്റീവ് അല്ലാതെ നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയാതെ നമ്മൾ സംസാരിക്കുക. ഓക്കെ, സാരമില്ല, പോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വന്നു പോയി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളോട് തന്നെ സ്വയം സ്നേഹമായ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കണം. സാരമില്ല, പോട്ടെ, ഇനി അങ്ങോട്ട് നമുക്ക് നല്ലതാവാം, അല്ലേ? ഒരു തെറ്റ് പറ്റുന്നൊന്നും അത്ര വലിയ കാര്യമില്ല, അതിനകത്ത് നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്, അതിൽ നിന്ന് അങ്ങോട്ട് പോവാം. നീ തെറ്റ് ചെയ്തു, ഓക്കെ, ബട്ട് സ്റ്റിൽ ഐ ലവ് യു. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ പേര് വെച്ചിട്ട്, ഫോർ എക്സാമ്പിള് മിനി എന്നൊരാളാണെന്നിരിക്കട്ടെ, ഐ ലവ് യു മിനി, നിനക്കൊരു തെറ്റ് പറ്റി, സാരമില്ല, പോട്ടെ, ഐ ലവ് യു മിനി എന്ന് നമ്മളോട് തന്നെ മനസ്സിൽ പറയുമ്പോൾ ഒരു 10 പേര് പുറമേ നിന്ന് നമ്മളോട് പറയും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക.
ഇപ്പൊ നമ്മൾക്ക് എത്ര സമയമുണ്ടെങ്കിലും സ്വന്തമായിട്ട് സമയം ചെലവഴിക്കാത്തവരാണ് പലരും, പ്രത്യേകിച്ച് അമ്മമാര്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവരുടെ ജീവിതം മാതാപിതാക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും, ഇൻലോസിന് വേണ്ടി ഒഴിഞ്ഞു വെക്കും, ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും. എന്നാൽ അവരവർക്ക് വേണ്ടിയിട്ട് അവരവരുടെ കാര്യങ്ങളിൽ കുറച്ചുപോലും ശ്രദ്ധ ചെലുത്താത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ആ ഉണർന്നെഴുന്നേറ്റ ഉടനെ കുറച്ച് സമയമെങ്കിലും എനിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് 5 മണിക്ക് ഉണർന്ന് ജോലികളെല്ലാം തീർക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ഉണർന്ന് ആ ഉണർന്നെഴുന്നേറ്റ് ഉടനെയുള്ള ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക. സ്വയം സ്നേഹിക്കാനായിട്ട് ആ സമയം ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ, നമ്മളുടേതായ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ പഠിക്കുക. ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. നമ്മൾക്ക് തന്നെ സെൽഫ് പാറ്റ് കൊടുക്കുക, സെൽഫായിട്ട് അപ്രീസിയേഷൻ കൊടുക്കുക. സ്വന്തമായിട്ട് നമ്മുടെ ചെറിയ വിജയങ്ങളെ നമ്മൾ ആഘോഷിക്കാൻ ശീലിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം താനെ വരാൻ തുടങ്ങും. മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ പിന്താങ്ങിക്കൊണ്ട് ഒരിക്കലും നിൽക്കരുത്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നുകിൽ അതിനെ ചെറുക്കാനോ, ആരോടും ആർഗ്യുമെന്റിന് പോകാനോ വഴക്കുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ അതെല്ലാം ഏറ്റുവാങ്ങി ഞാൻ അങ്ങനെ തന്നെയാണ്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം പോട്ടെ, ഓക്കെ മിനി, ഓക്കെ, I love you, I'm here with you, you are okay. നമുക്ക് തെറ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ പെർമിഷൻ കൊടുക്കുക. അതിനകത്ത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരു തെറ്റ് ചെയ്തു, അതിനകത്ത് നമുക്ക് പിന്നീട് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പരാജയങ്ങളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. ഇപ്പൊ മറ്റുള്ളവർ നമ്മളെ വില കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ഒരിക്കലും അതിനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കരുത്. നമ്മൾ അതിനെ ചെറുത്ത് നമ്മളുടെ മനസ്സിൽ പറയുക, ഇല്ല, ഞാൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. നമ്മളത് തെളിയിച്ചു കൊടുക്കുക കൂടി വേണം. നമ്മൾ നമ്മളെ തന്നെ വിലമതിക്കുക. നമ്മുടെ ഒരു ആത്മവിശ്വാസവും നമ്മുടെ മാന്യതയും നമ്മളോട് തന്നെയുള്ള സ്നേഹവും എല്ലാം നിലനിർത്തുക. മറ്റുള്ളവർക്ക് നമുക്ക് ചുറ്റും ബൗണ്ടറികൾ സ്ഥാപിക്കുക. നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് മറ്റുള്ളവർ ഓവറായിട്ട് കടന്നു കയറാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, നോ പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങളത് അസേർട്ടീവായിട്ട്, പോസിറ്റീവായിട്ട് അതിനെ നല്ല രീതിയിൽ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അത് നോ എന്ന് തന്നെ പറയാൻ പഠിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ചുറ്റും ഹെൽത്തി സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെന്ന്, അതായത് നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ സ്വയം മനസ്സിൽ വിചാരിക്കുക. നമ്മൾ സ്വയമായിട്ട് ആശ്വാസം പകരുക, ആത്മവിശ്വാസം വരിക. അതോടുകൂടി നമുക്ക് ചുറ്റും കുറെ ആളുകളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ മനസ്സിൽ നിന്നാണ് നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകം രൂപപ്പെടുന്നത് എന്ന് നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസി വഴിയായിട്ട് പഠിച്ചു അല്ലെ. ചെറിയ ചെറിയ സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, ഉദാഹരണത്തിന് നമ്മളിപ്പോ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് വേണ്ട സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. നമ്മളെ എങ്ങനെ നമുക്ക് നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോണം. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും നമുക്ക് വേണ്ട, നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമ്മുടെ കാലിനൊക്കെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മസാജ് ഒക്കെ കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. നമുക്ക് അതിന് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ. അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അങ്ങനെ നമ്മളുടേതായ കുറച്ച് ആക്ടിവിറ്റീസിന് നമ്മൾ വീണ്ടും സമയം കണ്ടെത്തുക. ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഉറക്കം നമുക്ക് വേണം. അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള സമയം നമ്മൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുക. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കുക, അവധി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് ഹോബീസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം ചെയ്യുക. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള്
ശരിക്കും റിയൽ ലൈഫ് പ്രാക്ടീസസ് ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോകണം. നമ്മൾ അതീവ ക്ഷമയോടും സ്നേഹത്തോടും വേണം നമ്മളോട് പെരുമാറാനായിട്ട്. അനുദിനം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ വളരെയധികം പ്രതീക്ഷകൾ നമുക്ക് ജീവിതത്തിൽ തരുന്നതായിരിക്കണം. അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് വേണം നമ്മളോട് എപ്പോഴും സംസാരിക്കാൻ. അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ എന്താ പറയാ, പ്രതീക്ഷകളും തെറ്റുകളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾക്ക് തെറ്റുകൾ ചെയ്യാൻ നമ്മൾ തന്നെ പെർമിഷൻ കൊടുക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ നമ്മൾക്കുള്ള വില നമ്മൾ തന്നെ മാന്യമായിട്ട് കൊണ്ടുപോവുക. ഒരു തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ സ്ഥിരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരിയായ സമയത്ത് തന്നെ നമ്മൾ നോ പറയാൻ പഠിക്കണം. അതായത് മറ്റുള്ളവര് നമ്മുടെ മാന്യതയെ വില മതിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് സ്വന്തമായിട്ട് വേണം. അപ്പൊ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതിന് ഈ ചെറിയൊരു സമയമൊന്നും പോരാ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട്. അതിന് ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട്. അപ്പോൾ സെൽഫ് ലവിന്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ വീണ്ടും വീണ്ടും ചോദിക്കുക. താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും ടൈപ്പ് ചെയ്ത് നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും എനിക്ക് മോട്ടിവേഷൻ കിട്ടുക പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. കൂടുതൽ അറിവുകളും കാര്യങ്ങളുമായിട്ട് ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സെൽഫ് ലവ് പ്രാക്ടീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും കമന്റ് ചെയ്യുക, ഇൻട്രസ്റ്റഡ് എന്നുള്ളതിന് പകരമായിട്ട്. അപ്പോ നമ്മൾ നിത്യവും പരിശീലനം ആവശ്യമാണ് സെൽഫ് ലവിന്. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് വലിയ വലിയ പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളോട് കൂടുതൽ സ്നേഹത്തോടെ കാണാൻ തുടങ്ങും. അപ്പൊ നമ്മളെ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുള്ളൂ. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പറയാറില്ലേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്, പക്ഷെ ഇന്ന് അവർക്ക് ആർക്കും എന്നെ വേണ്ട എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടിട്ടാണിത്? അവർക്ക് ആർക്കും സെൽഫ് ലവ് ഇല്ല. അപ്പൊ ഇന്ന് അങ്ങനെ പറയുന്ന ഒരു അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് മക്കൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ജീവിച്ചത്? ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാൻ നമ്മൾ ഇടവരുത്തരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ആഘോഷമാക്കി മാറ്റുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. 24/7 ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കുക. അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക. തെറ്റുകൾ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുക. അതോടൊപ്പം നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നെഗറ്റീവ് ഫോക്കസ് മാറ്റുക. പോസിറ്റീവിലേക്ക് തിരിയുക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മളെ പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി നമ്മളെ തന്നെ വിലമതിച്ച് നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിയുമ്പോൾ ഈ നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറി എല്ലാവരും നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നു. അതാണ് സെൽഫ് ലവ് പ്രാക്ടീസിന്റെ ഒരു ഗുണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.